Good morning. നമ്മൾ affine transformationsന്റെ പ്രോപ്പർട്ടീസ് ആണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പാരലൽ പ്രൊജക്ഷൻസിന്റെ ബേസിക് പ്രോപ്പർട്ടീസ് പഠിച്ചിരുന്നു. 3 ബേസിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫസ്റ്റ് വൺ പാരലൽ പ്രൊജക്ഷൻ മാപ്സ് സ്ട്രെയിറ്റ് ലൈൻസ് ടു സ്ട്രെയിറ്റ് ലൈൻ. സെക്കൻഡ് വൺ മാപ്സ് പാരലൽ സ്ട്രെയിറ്റ് ലൈൻ ടു പാരലൽ സ്ട്രെയിറ്റ് ലൈൻസ്. തേർഡ് വൺ പ്രിസർവ് റേഷ്യോ ഓഫ് ഡിസ്റ്റൻസസ് അലോങ് എ ഗിവൻ ലൈൻ. അപ്പം ഈ മൂന്ന് പ്രോപ്പർട്ടീസും അവിടെ നമ്മൾ ജോമെട്രിക് പ്രൂഫ് അവിടെ പറഞ്ഞിരുന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞു എല്ലാ പാരലൽ പ്രൊജക്ഷൻസും ഒരു അഫൈൻ ട്രാൻസ്ഫർമേഷൻ ആണ്. തിരിച്ച് എല്ലാ അഫൈൻ ട്രാൻസ്ഫർമേഷനും ഒരു പാരലൽ പ്രൊജക്ഷൻ അല്ല. പാരലൽ പ്രൊജക്ഷനെ അഫൈൻ ട്രാൻസ്ഫർമേഷൻസിന്റെ കോമ്പോസിഷനായിട്ട് എഴുതാമെന്ന് നമ്മളവിടെ പറഞ്ഞു. സോ എല്ലാ പാരലൽ പ്രൊജക്ഷനും അഫൈൻ ട്രാൻസ്ഫർമേഷൻ ആയതുകൊണ്ട് പാരലൽ പ്രൊജക്ഷനുള്ള എല്ലാ പ്രോപ്പർട്ടീസും അഫൈൻ ട്രാൻസ്ഫർമേഷനും ഉണ്ടാവും. സോ നമുക്ക് അവിടെ പറഞ്ഞ ആ മൂന്ന് ബേസിക് പ്രോപ്പർട്ടീസും അഫൈൻ ട്രാൻസ്ഫർമേഷനും ഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. സോ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ ജോമെട്രിക് പ്രൂഫ് ആയിരുന്നു കൊടുത്തത്, ഇവിടെ ഒരു ആൾജിബ്രിക് പ്രൂഫ് കൊടുക്കുകയാണ്. സോ ഞാൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ എൽ കൺസിഡർ ചെയ്യാണ്. ത്രൂ എ പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നതും എ എന്ന് പറയുന്ന വെക്ടറിന്റെ ഡയറക്ഷന് പാരലൽ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ലൈൻ. ഇതാണ് ആ ലൈന്. പി എന്ന് പറയുന്ന പോയിന്റും പി എന്ന് പറയുന്ന പോയിന്റ് പിന്നെ എ എന്ന് പറയുന്ന വെക്ടറിന്റെ ഡയറക്ഷന് പാരലൽ ആയിട്ടുള്ള. സോ ഇതിലൊരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ് പി പ്ലസ് ലാംഡ എ ആയിരിക്കും. അതിനെ ഈ രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എൽ ഈസ് ഈക്വൽ ടു പി പ്ലസ് ലാംഡ എ. ഇനി ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു പാരലൽ പ്രൊജക്ഷൻ അല്ല, അഫൈൻ ട്രാൻസ്ഫർമേഷൻ കൺസിഡർ ചെയ്യണം. അഫൈൻ ട്രാൻസ്ഫർമേഷൻ എ എക്സ് പ്ലസ് ബി വേർ എ ഇസ് ആൻ ഇൻവെർട്ടിബിൾ മെട്രിക്സ്. ഇങ്ങനെ ഒരു അഫൈൻ ട്രാൻസ്ഫർമേഷൻ വെച്ചിട്ട് ഈ ലൈനിന്റെ ഇമേജ് ഞാൻ എടുക്കുകയാണ്. അപ്പം ഈ പി പ്ലസ് ലാംഡ എ എന്ന് പറയുന്ന പോയിന്റിന്റെ അണ്ടർ ടിയിലുള്ള ഇമേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടി ഓഫ് പി പ്ലസ് ലാംഡ എ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ടി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എ എക്സ് പ്ലസ് ബി ആണ്. സോ എ പി പ്ലസ് ലാംഡ എ പ്ലസ് എ എക്സ് പ്ലസ് ബി. സോ പ്ലസ് ബി, ദിസ് ഈസ് ഈക്വൽ ടു എ പി പ്ലസ് ലാംഡ എ പ്ലസ് ബി. ഇതിനെ നമുക്ക് എ പി പ്ലസ് ബി പ്ലസ് ലാംഡ എ എന്ന് എഴുതാം. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ വരും, എ പി പ്ലസ് ബി പ്ലസ് ലാംഡ എ പി പ്ലസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് എക്സിന് പി കൊടുത്താൽ ടി ഓഫ് പി ഈക്വൽ ടു എ പി പ്ലസ് ബി കിട്ടും. സോ എ പി പ്ലസ് ബി ഇസ് ടി ഓഫ് പി പ്ലസ് ലാംഡ എ. സോ ദിസ് റെപ്രസെന്റ്, ഇതിന്റെ ഫോം കണ്ടാൽ തന്നെ അറിയാം, ടി ഓഫ് പി എന്ന് പറയുന്ന പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നതും എ എന്ന് പറയുന്ന വെക്ടറിന് പാരലലും ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതായത് ടി ഓഫ് പി എന്ന് പറയുന്ന പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നതും എ എന്ന് പറയുന്ന വെക്ടറിന്റെ ഡയറക്ഷന് പാരലൽ ആയിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ ആണിത്. സോ നമ്മളൊരു എല്ലിൽ സ്റ്റാർട്ട് ചെയ്തു, ഒരു ലൈൻ എല്ലിൽ സ്റ്റാർട്ട് ചെയ്തു, ഒരു അഫൈൻ ട്രാൻസ്ഫർമേഷൻ ടി കൺസിഡർ ചെയ്തു. അണ്ടർ ദാറ്റ് അഫൈൻ ട്രാൻസ്ഫർമേഷൻ ആ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇമേജ് ഇതാണെന്ന് കിട്ടി. ഇത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്നും നമുക്ക് മനസ്സിലായി. സോ അഫൈൻ ട്രാൻസ്ഫർമേഷൻ മാപ്സ് പാരലൽ സ്ട്രെയിറ്റ് ലൈൻ ടു പാരലൽ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയാം. നെക്സ്റ്റ് സെക്കൻഡ് പ്രോപ്പർട്ടി പറയുന്നത് an affine transformation maps parallel straight line to parallel straight line. സോ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം 2 പാരലൽ സ്ട്രെയിറ്റ് ലൈൻ കൺസിഡർ ചെയ്യാണ്. ആദ്യത്തെ സ്ട്രെയിറ്റ് ലൈൻ പി എന്ന് പറയുന്ന പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നതും എ എന്ന് പറയുന്ന വെക്ടറിന്റെ ഡയറക്ഷന് പാരലൽ ആയിട്ടുള്ള ലൈനാണ്. ദിസ് ഇസ് L1. ഇതിലത്തെ ഒരു പോയിന്റ് എടുത്താൽ അതിന്റെ ഫോം പി പ്ലസ് ലാംഡ എ ആയിരിക്കും. രണ്ടാമത്തെ ലൈന് ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നതും നേരത്തെ ഇതിന് പാരലൽ ആയിട്ട് എന്ന് പറയുമ്പം എ എന്ന് പറയുന്ന വെക്ടറിന് പാരലൽ ആയിട്ടായിരിക്കും ഇതും ഉണ്ടാവുക. സോ അതിലത്തെ ഒരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ
ഒരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്യൂ പ്ലസ് ലാംഡ എ ഫോമിലായിരിക്കും. ഇനി ഞാൻ ഒരു അഫൈൻ ട്രാൻസ്ഫർമേഷൻ ടി കൺസിഡർ ചെയ്യാണ്. ടി ഇസ് ഈക്വൽ ടു എ ടി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി കൺസിഡർ ചെയ്യാണ്. അപ്പോൾ നേരത്തെ തിയറത്തിൽ കണ്ട പോലെ തന്നെ നമുക്കറിയാം ഈ ഫസ്റ്റ് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇമേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ വിച്ച് പാസസ് ത്രൂ ടി ഓഫ് പി ആൻഡ് പാരലൽ ടു ദി വെക്റ്റർ എ എ. ടി ഓഫ് പി എന്ന് പറയുന്ന പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നതും എ എന്ന് പറയുന്ന വെക്ടറിന് പാരലലും ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതുപോലെ രണ്ടാമത്തെ സ്ട്രെയിറ്റ് ലൈൻ ഇത് അണ്ടർ ടി മാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടി ഓഫ് ക്യൂവിൽ കൂടി പാസ് ചെയ്യുന്നതും എ എന്ന് പറയുന്ന വെക്ടറിന് പാരലൽ ആയിട്ടുള്ളതുമായ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സോ അതിലത്തെ ഒരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെയായിരിക്കും, ടി ഓഫ് ക്യൂ പ്ലസ് ലാംഡ എ എന്നായിരിക്കും. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇമേജസ് ഓഫ് L1 ആൻഡ് L2 ആർ പാരലൽ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ്റെയും പ്രത്യേകത ഇത് ടി ഓഫ് പിയിൽ കൂടിയും ടി ഓഫ് ക്യൂവിൽ കൂടിയും പാസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല എ എന്ന് പറയുന്ന വെക്ടറിന് പാരലലാണ്. സോ എ എന്ന് പറയുന്ന വെക്ടറിന് പാരലലാണ് രണ്ട് ഇതെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ലൈൻസും പാരലലാണ്. സോ നമ്മൾ പ്രൂവ് ചെയ്ത് പാരലൽ സ്ട്രെയിറ്റ് ലൈൻ മാപ്സ് പാരലൽ സ്ട്രെയിറ്റ് ലൈൻസ്. ലാസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് an affine transformation preserves ratios of length along a given straight line ആണ്. സോ അത് പ്രൂവ് ചെയ്യുന്നതിന് പകരം നമ്മൾ കുറച്ചും കൂടി മോർ ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, an affine transformation preserves ratio of length along parallel straight line. ഏത് സ്ട്രെയിറ്റ് ലൈൻ എടുത്താലും അത് അതിനോട് തന്നെ പാരലൽ ആയതുകൊണ്ട് ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ദാറ്റ് വിൽ പ്രൂവ് an affine transformation preserves ratio of length along a given straight line. സോ ഇതിന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ലൈൻ കൺസിഡർ ചെയ്യാണ്, പാസിംഗ് ത്രൂ പി ആൻഡ് ഡയറക്ഷൻ ഈസ് ദാറ്റ് ഓഫ് ദി വെക്റ്റർ എ. അത് കൺസിഡർ ചെയ്യാണ്. എന്നിട്ട് ഞാനൊരു അഫൈൻ ട്രാൻസ്ഫർമേഷൻ ടി ഓഫ് എക്സ് കൺസിഡർ ചെയ്തു. ടി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി കൺസിഡർ ചെയ്തു. നേരത്തെ തിയറം വെച്ചിട്ട് ഈ ലൈനിൻ്റെ ഇമേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടി ഓഫ് പി പ്ലസ് ലാംഡ എ എ സച്ച് ദാറ്റ് ലാംഡ ബിലോങ്സ് ടു ആർ. ഇതായിരിക്കും ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇമേജ്. ഇനി നമുക്ക് വേണ്ട റേഷ്യോ ഓഫ് ലെങ്ത് പ്രിസർവ് ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ ഒരു ഈ ലൈനിൻ്റെ ഒരു സെഗ്മെൻറ്റ് കൺസിഡർ ചെയ്യാണ് വിത്ത് എൻ പോയിന്റ്സ് പി പ്ലസ് ലാംഡ 1 ആൻഡ് പി പ്ലസ് ലാംഡ 2. ഈ ഒരു ലൈൻ സെഗ്മെൻറ്റ് കൺസിഡർ ചെയ്യാണ്. എന്നിട്ട് അത് ലെങ്ത് പ്രിസർവ് ചെയ്യുന്നുണ്ടോ എന്നല്ല, റേഷ്യോ ഓഫ് ലെങ്ത് പ്രിസർവ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. റേഷ്യോ ഓഫ് ലെങ്ത് പ്രിസർവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്കെയിലിംഗ് നടന്നാൽ മതി. സ്കെയിലിംഗ് നടക്കുകയാണെങ്കിൽ അത് റേഷ്യോ ഓഫ് ലെങ്ത് പ്രിസർവ് ചെയ്യുന്നതാണ് മെയിൻ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഈ പി പ്ലസ് ലാംഡ എ പി പ്ലസ് ലാംഡ 2a എന്നുള്ള രണ്ട് പോയിന്റ്സുകൾ, ആ ലൈൻ സെഗ്മെന്റിന്റെ എൻ പോയിന്റ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണുകയാണ്, ലെങ്ത് കാണുകയാണ്. ലെങ്ത് കാണാൻ നിങ്ങൾക്കറിയാം നോം ഉപയോഗിച്ചിട്ടാണ്, നോം ഓഫ് ദി ഡിഫറൻസ് ആണ്. സോ നോം ഓഫ് പി പ്ലസ് ലാംഡ 2a മൈനസ് പി പ്ലസ് ലാംഡ 1a ഇസ് ഈക്വൽ ടു മോഡ് ലാംഡ 2 മൈനസ് ലാംഡ 1. ഇത് പിയും മൈനസ് പിയും ക്യാൻസലായി, പിന്നെ ലാംഡ 2a മൈനസ് ലാംഡ 1a ആണ്. അതിൽ എ കോമൺ ആണ്. സോ ലാംഡ 2 മൈനസ് ലാംഡ 1 ഇൻറ്റു എ. അതിൻ്റെ നോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാംഡ 2 മൈനസ് ലാംഡ 1 ഒരു സ്കാലാർ ആണ്. സോ മോഡ്ലെസ് ആയിട്ട് അത് പുറത്തേക്ക് വരും. സോ മോഡ് ലാംഡ 2 മൈനസ് ലാംഡ 1 ഇൻറ്റു നോം എ എന്ന് കിട്ടും. എ ഒരു യൂണിറ്റ് വെക്ടർ ആണ്, അതുകൊണ്ട് നോം എ 1 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു മോഡ് ലാംഡ 2 മൈനസ് ലാംഡ 1. ഇനി ഞാൻ നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ രണ്ട് പോയിന്റ്സിൻ്റെ ഇമേജുകൾ തമ്മിലുള്ള അതിൻ്റെ ഇമേജുകൾ തമ്മിലുള്ള ലെങ്ത് എന്താണ്, ആ ലെങ്ത് എങ്ങനെയാണ്, എന്ത് ചേഞ്ചാണ് അവിടെ വന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ പി പ്ലസ് ലാംഡ 1a ഇമേജ് എടുക്കുന്നു. പി പ്ലസ് ലാംഡ 1a ഇമേജ് എന്ന് പറഞ്ഞാൽ ടി ഓഫ് പി പ്ലസ് ലാംഡ 1a ആണ്. പി പ്ലസ് ലാംഡ 2a ഇമേജ് എന്ന് പറഞ്ഞാൽ ടി ഓഫ് പി പ്ലസ് ലാംഡ 2a എന്നാണ്. ഇത് തമ്മിലുള്ള ലെങ്ത്, ഇമേജ് ഓഫ് ദിസ് ഈ ലൈൻ സെഗ്മെന്റിന്റെ ലെങ്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ഡിഫറൻസിന്റെ നോം എടുക്കുന്നു. ദാറ്റ് ഈസ് നോം ഓഫ് ടി ഓഫ് പി പ്ലസ് ലാംഡ 2a
മൈനസ് ടി ഓഫ് പി പ്ലസ് ലാംഡ 1 എ എ. ടി ഓഫ് പിയും ക്യാൻസൽ ആവുന്നു. ഇവിടെ എ എ കോമൺ ആണ്. സോ ലാംഡ 2 മൈനസ് ലാംഡ 1 ഓഫ് എ എൻ്റെ നോമാണ്. അതിൽ ലാംഡ 2 മൈനസ് ലാംഡ 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് സ്കാലാർ. സോ ടേക്ക് ഔട്ട് സൈഡ്. സോ മോഡ് ലാംഡ 2 മൈനസ് ലാംഡ 1 നോം എ എ. എ എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടറിൻ്റെ ഇമേജിൻ്റെ നോമാണിത്. ദാറ്റ് ഇസ് a scalar quantity. So നമ്മൾ ഈ മാപ്പിംഗ് നടത്തിയ സമയത്ത് ലെങ്ത് എന്താകുന്നത്, ഇത്രയും സ്ട്രെച്ച് ചെയ്യുന്നു, സ്ട്രെച്ച്ഡ് ബൈ ദി ഫാക്ടർ നോം എ എ. അത്രയും ടൈംസ് ഒറിജിനലി ഉണ്ടായിരുന്ന മോഡ് ലാംഡ 2 മൈനസ് ലാംഡ 1 ആയിരുന്നു. അതിനോടുകൂടി നോം എ എന്ന് പറയുന്ന ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി അതിൻ്റെ ടൈംസ് എടുക്കുന്നു, അതായത് സ്കെയിൽ ചെയ്യുന്നു. സോ നമുക്ക് എന്ത് പറയാം, ഈ ഫാക്ടർ ഏത് സെഗ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിലും അവിടെ ഈ ഫാക്ടർ സെയിം ആയിരിക്കും. സോ ഇറ്റ് ഫോളോസ് ദാറ്റ്, കാരണം അത് ഈ എനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഫോളോസ് ദാറ്റ് ദി റേഷ്യോ ഓഫ് ലെങ്ത് അലോങ് എ പാരലൽ ലൈൻസ് ആർ പ്രിസർവ്ഡ് ബൈ ടി എന്ന് പറയാം.